DMK പുനലൂർ മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നഗരസഭാ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. പ്ലാച്ചേരി ലൈഫ് മിഷൻ ഫ്ളാറ്റ് സമുച്ചയം പൂർണ്ണസജ്ജമാകുന്നതുവരെ ഫ്ളാറ്റ് നിവാസികളെ അവിടെ നിന്നും മാറ്റി പുനരധിവസിപ്പിക്കുക, മുനിസിപ്പൽ ഓഫീസിന് സമീപമുള്ള നഗരസഭയുടെ 7 നില ഷോപ്പിംഗ് കോംപ്ലക്സ് പുനർനിർമ്മാണം എത്രയും വേഗം പൂർത്തീകരിക്കുക, മാർക്കറ്റ് നവീകരണം നടപ്പിലാക്കുക, നിർദ്ദിഷ്ട ടൗൺ ഹാൾ നിർമ്മാണം പൂർത്തീകരിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. നഗരസഭാ ഓഫീസിന് മുന്നിൽ പോലീസ് ബാരിക്കേഡുകൾ ഉപയോഗിച്ച് മാർച്ച് തടഞ്ഞു. DMK സംസ്ഥാന സെക്രട്ടറി KR മുരുകേശൻ മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്തു. മുനിസിപ്പൽ പ്രസിഡന്റ് ഷാജി വാളക്കോട് അധ്യക്ഷനായ ചടങ്ങിൽ DMK മുനിസിപ്പൽ സെക്രട്ടറി രാജേഷ് രാജൻ സ്വാഗതം ആശംസിച്ചു. DMK ജില്ലാ സെക്രട്ടറി S. രജിരാജ് എല്ലാം ആളുകളുടെ മലവിസർജ്യങ്ങൾ സംസ്കരിക്കുന്നതിന് വേണ്ടി അത്യന്താധുനികമായിട്ടുള്ള ട്രീറ്റ്മെന്റ് പ്ലാന്റ് ഞങ്ങളിതാ ആ ഫ്ലാറ്റിന് മുന്നിൽ സ്ഥാപിച്ചിരിക്കുന്നു എന്നാണ് ആ മേനി പറച്ചിൽ. പക്ഷെ നിങ്ങൾക്കറിയോ, നിങ്ങൾ അവിടെ ചെന്ന് നോക്കണം, ഈ നാട്ടിലെ നാട്ടുകാരൊന്ന് പോകണം, ഈ നരകയാതന അനുഭവിക്കുന്ന ജനങ്ങളുടെ ജീവിതമൊന്ന് നേരിട്ട് കണ്ട് മനസ്സിലാക്കുന്നതിന് വേണ്ടി നിങ്ങളൊന്ന് പോകണം. അവിടെ ആ ട്രീറ്റ്മെന്റ് പ്ലാന്റിന്റെ വശങ്ങളിൽ കൂടി ഒലിച്ചിറങ്ങുന്ന ആ അഴുക്കുവെള്ളം എന്താണെന്ന് അറിയൂ? മലവിസർജ്യങ്ങളാണ്. ആ മലവിസർജ്യങ്ങളുടെ ദുർഗന്ധമേറ്റ് ആ നാട്ടിലെമ്പാടുമുള്ള ആളുകൾ ആ സ്ഥലം വിട്ടു പോകാൻ തുടങ്ങിയിരിക്കുന്നു. 2 വർഷങ്ങൾക്ക് മുമ്പ് ഏതാണ്ട് 1.5 ലക്ഷം രൂപ 2 ലക്ഷം രൂപ കമ്പോള വിലയുണ്ടായിരുന്ന ആ പ്ലാച്ചേരിയിലെ ഫ്ലാറ്റ് സമുച്ചയത്തിന് ചുറ്റുമുള്ള വസ്തുവകകൾക്ക് ഇപ്പോൾ 25,000 രൂപ കൊടുക്കാമെന്ന് പറഞ്ഞാൽ പോലും ആരും ആ വസ്തു വാങ്ങുന്നതിന് തയ്യാറല്ല. ഇനി നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ, ഈ സാധുക്കളായിട്ടുള്ള ആളുകൾ എങ്ങനെ ഇവിടെ കഴിയും? അവർക്ക് എന്ത് പരിരക്ഷയാണ് കൊടുക്കുന്നത്? കുടിക്കുന്നതിന് ശുദ്ധജലം, ഒരു കുടത്തിൽ ഇച്ചിരി ശുദ്ധജലം കുടിക്കുന്നതിന് നിങ്ങൾ കൊടുക്കുന്ന ചെളിവെള്ളം കൊണ്ട് അവർ തുണി കഴുകിക്കോളും, അവരവരുടെ ദേഹം കഴുകിക്കോളും. പക്ഷെ കുടിക്കുന്നതിന് അവർക്ക് ശുദ്ധജലം വേണ്ടേ? ആ ശുദ്ധജലം ഒന്ന് സമ്പാദിക്കുന്നതിന് വേണ്ടിയിട്ട് കുടങ്ങളുമായിട്ട് തൊട്ടടുത്ത വീടുകളുടെ കിണറുകളെ ആശ്രയിക്കുന്ന ആ ഫ്ലാറ്റ് നിവാസികളുടെ ആ ഒരു ദൗർബല്യം, അതുപോലെ മാധ്യമങ്ങൾ അച്ചുനിരത്തി ആ വാർത്തകൾ പ്രസിദ്ധീകരിക്കുമ്പോൾ സംഭവിക്കുന്നൊരു കാര്യമുണ്ട്. നഗരസഭാ ചെയർപേഴ്സൺ ഒരു പത്രസമ്മേളനം വിളിച്ചുകൂട്ടും. സ്ഥലം MLA PS സുബാൽ ആ ഫ്ലാറ്റിന്റെ മുമ്പിൽ നിർത്തും. എന്നിട്ട് ശ്രീ സുബാൽ പറയും, ഒരാഴ്ചയ്ക്കുള്ളിൽ ഇതിന് പരിഹാരം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ഒരാഴ്ചയ്ക്കുള്ളിൽ ഈ ഫ്ലാറ്റ് നിവാസികളുടെ ദുസ്സഹമായിട്ടുള്ള ജീവിത സാഹചര്യത്തിന് ഭംഗം വരുത്തും. ആ മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഈ ട്രീറ്റ്മെന്റ് പ്ലാന്റ് ശുദ്ധീകരിക്കുന്നതിനും അത് സുസജ്ജമാക്കുന്നതിനും പ്രവർത്തന സജ്ജമാക്കുന്നതിനും വേണ്ടിയിട്ടുള്ള ടെക്നീഷ്യന്മാരെ ഞങ്ങൾ ഇറക്കുമതി ചെയ്തിട്ടുണ്ട്. ഞങ്ങളിങ്ങ് കൊണ്ടുവരും. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ നിങ്ങൾക്ക് സ്വർഗലോക തുല്യമായിട്ടുള്ള ജീവിതം പ്രദാനം ചെയ്യുന്നതിന് പുനലൂർ നഗരസഭ ബാധ്യസ്ഥമാണ് പറഞ്ഞിട്ട് സുബാലങ്ങ് പോകും. മാധ്യമങ്ങളുടെ വായ മൂടിക്കെട്ടുന്നതിന് വേണ്ടി ഇപ്പോൾ DMKയുടെ സമരത്തിന്റെ ആദ്യ അജണ്ടയായിട്ട് ഞങ്ങൾ വെച്ചത് മൃഗതുല്യമായിട്ടുള്ള ജീവിത സാഹചര്യങ്ങളിൽ കഴിയുന്ന ഈ പാവപ്പെട്ട ആളുകൾക്ക് സുസജ്ജമായിട്ടുള്ള ജീവിത സൗകര്യങ്ങൾ അവിടെ ഏർപ്പാട് ചെയ്യുന്നത് വരെയും ആ ഫ്ലാറ്റ് നിവാസികളെ ആ ലൈഫ് മിഷൻ ഫ്ലാറ്റിൽ നിന്നും മാറ്റി താമസിപ്പിക്കണമെന്നാണ് DMK പറയുന്നത്. അല്ലാതെ അവിടെ പെയിന്റ് അടിച്ച് വൃത്തിയാക്കി MLA വന്ന് ശൃംഖരിച്ചിട്ട് പോകണമെന്നല്ല DMK പറയുന്നത്. അവരെ അവിടെ നിന്ന് താൽക്കാലികമായിട്ട് നിങ്ങൾ മാറ്റി താമസിപ്പിക്കണം, നഗരസഭയുടെ ചിലവിൽ മാറ്റി താമസിക്കണം. നിങ്ങളെന്താണ് ആളുകളെ കബളിപ്പിക്കുകയാണ്? നിങ്ങളുടെ സർക്കാരിന്റെ ഭരണ നേട്ടങ്ങളുടെ മേനി പറയുന്നതിന് വേണ്ടി ഒരു കൂട്ടം ആളുകളെ നിങ്ങൾ കൊണ്ടുവന്ന് അവിടെ താമസിപ്പിച്ച് പീഡിപ്പിക്കുകയാണോ? നടക്കില്ല. ഇതെല്ലാം ചോദ്യം ചെയ്യുന്നതിന് ഒരു പ്രതിപക്ഷം ഇപ്പൊ ഇല്ല എന്നുള്ളതാണ് ഈ പുനലൂർ നഗരസഭയുടെ ശാപം. പുനലൂർ നഗരസഭയിൽ പ്ലാച്ചേരി വാർഡിനെ പ്രതിനിധാനം ചെയ്യുന്നത് എനിക്ക് തോന്നുന്നത് UDFന്റെ കൗൺസിലറാണെന്നാണ്. ഈ ഫ്ലാറ്റ് നിവാസികൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ പറയുന്നതല്ലാതെ അവർക്ക് വേണ്ടിയിട്ട് ഈ നഗരസഭാ കൗൺസിലർ ഈ കൗൺസിൽ ഹാളിനകത്തോ പുറത്തോ ഒരു സമരം നടത്തിയിട്ടുണ്ട്. ഞങ്ങൾ നടത്തിയതുപോലെ ഒരു സമരം നടത്തുന്നതിന് പ്രതിപക്ഷ UDFന് കഴിയുന്നുണ്ടോ? ഇവിടെ ഒരു കൂട്ടുകൃഷിയാണ്, ഇടതുപക്ഷവും വലതുപക്ഷവും ചേർന്നുള്ള ഒരു കൂട്ടുകൃഷി സമ്പ്രദായമാണ് ഈ പുനലൂർ നഗരസഭയിൽ നിലനിൽക്കുന്നത്. പക്ഷെ ഒന്നോർത്തോളം ഈ സാധുക്കളായിട്ടുള്ള ആളുകൾക്ക് വേണ്ടി ശബ്ദിക്കുന്നതിന് ഇന്ന് പുനലൂർ ഒരു പാർട്ടിയുണ്ട്. ആ പാർട്ടിയുടെ പേരാണ് ദ്രാവിഡ മുന്നേറ്റ ഘടകം പാർട്ടി. ജില്ലാ പ്രസിഡന്റ് ശ്യാംലാൽ, പുനലൂർ നിയോജക മണ്ഡലം സെക്രട്ടറി അജ്മൽ ബിൻ ജമാൽ, DMK ജില്ലാ ജോയിന്റ് സെക്രട്ടറി റിനു രാജൻ കിഴക്കേക്കര,
ജില്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ AK നവാസ്, PK ബാബു, അജയ്കുമാർ, അച്ചുബിലാൽ എന്നിവർ പ്രസംഗിച്ചു. നിയോജകമണ്ഡലം പ്രസിഡന്റ് സദാശിവനാചാരി, നേതാക്കളായ ജനാർദ്ദന സ്വാമി, ഫിലിപ്പ് ചാക്കോ രാജു, വിമലചന്ദ്രൻ ശാസ്താംകോണം, ദിനേശൻ പ്ലാച്ചേരി, ആൽബിൻ പുനലൂർ, ഗീതാകൃഷ്ണൻ, റാണി, ലാൽജി മോഹൻ, ഗിരിജ ഫസലുദ്ദീൻ, അയ്യപ്പൻ പുനലൂർ, ഹനീഫ, അബ്ദുൽ അസീസ് എന്നിവർ മാർച്ചിനും ധർണയ്ക്കും നേതൃത്വം നൽകി. ഫോക്സ് ന്യൂസ്, പുനലൂർ.